ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനേ കഴിഞ്ഞ ദിവസം ഞാൻ ജാസ്മിൻ്റെയും മെർലിൻ്റെയും വീഡിയോ ഇട്ടില്ലെന്നല്ല, അവർക്ക് ഡെഡിക്കേറ്റ്. അപ്പോൾ രചന എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞേ, എൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. രചനയുടെ പേര് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു. രചന, എടോ ഞാനേ തൻ്റെ വീഡിയോയിൽ 2 അക്കൗണ്ടിൽ നിന്ന് വന്ന് കമൻ്റ് ഇട്ട്, ഫുള്ള് കണ്ടിട്ട് ഞാൻ കമൻ്റ് ഇട്ട്. പക്ഷേ ഇല്ലേ, ഞാൻ പിന്നെ വന്നപ്പോൾ താൻ എനിക്ക് റിപ്ലൈ തരും. ഒരു 10 അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ റിപ്ലൈ തന്നതല്ല. പിന്നെ നോക്കുമ്പോൾ റിപ്ലൈ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും എന്താ പറയണേ, വന്ന് നോക്കുമ്പോൾ എൻ്റെ കമൻസ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. എന്തോരം കഷ്ടപ്പെട്ട്, അത് 1, 2 ഒന്നല്ല, 3, 4, 5 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയടോ. രചനെ സോറി എന്ന് പറഞ്ഞാൽ തൻ്റെ പേര് പറയാഞ്ഞതിന് കമൻറ്റ് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എൻ്റെ പേരെഴുതി ഇട്ടിട്ടും എനിക്കത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിന്നെ വേറെ എന്താ വിശേഷം? ഏതോ മാർക്കറ്റ് ഞാനിന്നേ ഇത് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്തുവാ, നല്ല ടോപ്പുകളുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, മേടിക്കണം. സോറി. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ടൈം കം. ഓക്കെ. മാർക്കറ്റിൽ നിന്ന് എല്ലാവരും പോയി. 12 മണിയായി തോന്നുന്നല്ലേ, അറിയില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ല മീനുകളുണ്ട്. സാൽമൺ ഫിഷാന്ന് തോന്നുന്നു. അതന്നെ, സാൽമൺ ഉണ്ടോ? Which name this one? Salmon. Okay. സാൽമൺ ഫിഷൊക്കെ വറുത്ത് തിന്നണം. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. എന്തോ രചന വിഷമമൊക്കെ മാറിയ രചനയുടെ ഇത് ചാമ്പൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മരത്തി നിറച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫ്ലവേഴ്സ് ഉണ്ട്. തെരണ്ടി ഉണ്ട്. ഹായ്. കൊടയക്കുന്തിയിടും തോന്നുന്നു. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഓക്കെ, പ്ലാസ്റ്റിക് വാങ്ങിക്കാം. ഇപ്പോൾ സമയം എന്തായി? സമയം 10:51. 11 മണി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നെന്തോ ശിവരാത്രിയാണ്, ഏകാദശിയാണ്, അങ്ങനെ കണ്ടോന്ന് പറയണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കടയിൽ കയറിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പേപ്പർ ഷീറ്റ് വാങ്ങിച്ചു. ഓക്കെ, 3 വാങ്ങിച്ചു. പേയ്മെൻറ്റ് ചെയ്യണം. ഹൗ മച്ച്? 990. ഓക്കെ. Thank you. I want bill. Oh. Thank you. അങ്ങനെ അത് വാങ്ങിച്ചു നമ്മൾ ഇറങ്ങുവാണ്. എപ്പോഴും ഒരു റോഡ് തന്നെയാണെന്നേ, വേറെ പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഇല്ല. പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, അപ്പം പിന്നെ വിഷയം ഉണ്ടാകത്തില്ല. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും പിന്നെ വേറൊരു കാര്യം പറയട്ടെ. അപ്പോൾ
ജാസ്മിൻ്റെ പേര് പറഞ്ഞു, എർണിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ താഴെ കുറേ പേര് വന്നിട്ട് ഫിലിപ്പീനി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബുക്ക ശശിജി അവരൊക്കെ വന്നിട്ട് ഞങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സാണേ എന്നൊക്കെ പറഞ്ഞിട്ടാ. എല്ലാവരും ഫ്രണ്ട്സാണ്, എല്ലാവരും ഫ്രണ്ട്സ്. പക്ഷേ ഇവരെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണമെന്നേ, അവരും മിസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അവരെ കാണാനൊരു ആഗ്രഹം, അവരോട് സംസാരിക്കാനൊരാഗ്രഹം. നിങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരല്ലേ, എല്ലാ ദിവസവും മീൻസ് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ വന്ന് നമ്മൾ കാണണല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അവരെ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ അവരോട് സംസാരിക്കാനൊരാഗ്രഹം, അതുകൊണ്ടാണ്. വേണ്ട രാവിലെ ഫുഡ് അടി തുടങ്ങുന്നു, 12-11 മണിയായിട്ടുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരിക്കും അല്ലേ. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണം, അവർ കഴിക്കട്ടെ അവിടെ ഇരുന്ന്. അല്ലാത്ത എന്താ പറയണേ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അല്ലേ, മറ്റുള്ളവരെന്ത് ചെയ്യണേന്ന് നോക്കി നടക്കുക. സത്യം കേട്ടോ. നമ്മളെങ്ങനെയാണെന്നറിയാവോ, നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോറിയേ നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ ദൈവം തരും കേട്ടോ. പക്ഷെ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ആ അനുഗ്രഹങ്ങളൊന്നും കാണാതെ നമ്മൾ ആ അനുഗ്രഹത്തിൽ എന്താ കുറവുള്ളതെന്നും നോക്കി നടക്കല. സത്യമല്ലേ, ആ സത്യം. നമ്മൾ അതിനകത്തുള്ള കുറവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, അതായത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ചെരുപ്പില്ലാത്ത മനുഷ്യൻ എപ്പോൾ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ചെരുപ്പില്ലേ. 2 കാലില്ലാത്ത മനുഷ്യനെ അങ്ങനെ കാണുന്നില്ല സത്യത്തിൽ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ അവസ്ഥ. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും നമ്മൾ കാണത്തില്ല. നമ്മളെന്ത് ചെയ്യും, അയ്യോ എനിക്കത് പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല, അതിനകത്തുള്ള കുറവുകൾ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള പോസിറ്റീവ് വശങ്ങൾ ചിന്തിക്കാതെ അതിനകത്തുള്ള നെഗറ്റീവ് സൈഡ് മാത്രം കണ്ടുപിടിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് നല്ല സുഖസുന്ദരമാവും ഇല്ലേ. അതിന് ഓരോ കുറ്റങ്ങളും ഓരോ കുറവുകളും കണ്ടുപിടിച്ച് പാവം അങ്ങേരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. സത്യമായിട്ട് ദൈവം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് ഇത്തിരി ചെറിയ കാര്യങ്ങളിൽ ആണെങ്കിൽ പോലും ഒരുപാട് സഹായമുണ്ട്. ക്രോസ് ചെയ്യാറല്ലേ, 1 മിനിറ്റ് റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിലേ കാറ് വന്ന് നമ്മൾ ഇടിച്ചിട്ടുണ്ടോ, പിന്നെ കാറുകാരെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾക്കൊരു കാര്യമില്ല അല്ലേ. നമ്മൾ നോക്കി നടന്നാൽ അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ പറയാൻ വേണ്ടി എന്നാൽ, അതായത് നീ ഒരു സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം. കുറേ ടോയ്സ് ഉണ്ടായിരുന്നു, അതിൽ മൂത്രത്തിൽ വീഴും, പൂച്ചകളുടെ ടോയ്സ് മൂത്രത്തിൽ വീഴും. ഞാനെന്ത് കഴുകാൻ മതിയായിട്ട് ഞാനതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ടോയ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല, നോക്കിയെടുക്കാൻ പറഞ്ഞു. ഞാനൊക്കെ ദൈവമേ കളഞ്ഞും പോയില്ല. അവസാനം നോക്കിയപ്പോൾ കിട്ടിയിട്ട് സംഭവം 2-3 കുറവുള്ളൂ, എന്നാലും അവസാനം കിട്ടി. അപ്പോൾ ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് നിങ്ങൾക്ക് ചെറുത കാര്യമായിരിക്കും, എനിക്കത് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ കൊച്ചു കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുക. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ അതിനകത്ത് കുറവുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മളെപ്പോഴും കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രചനയുടെ പേര് ഞാൻ മറന്നിട്ടുണ്ട്, കേൾക്കണം കേട്ടോ, പേര് പറഞ്ഞത് കേൾക്കണേ. ഇനി അവസാനം വീഡിയോ കാണാതെ എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഞാൻ വീഡിയോക്ക് ഞാൻ കമൻറ്റ് ഇടുന്നുണ്ട്, ഡിലീറ്റ് ആയി പോകുന്നുണ്ട്, എന്ത് ചെയ്യാനാണോ. അപ്പോൾ ഞാൻ കുറച്ചാളത്തേക്ക് കമൻറ്റ് ഇടണ്ടെന്ന് വിചാരിച്ച്, പക്ഷേ കമൻറ്റ് ഇടാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്, കമൻറ്റ് ഇട്ട് പോകും ഞാൻ. അപ്പോൾ ഞാൻ വേറെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് തനിക്ക് കേട്ടോ. തനിക്ക് അച്ചുവിന് ഇട്ടിട്ടുണ്ട്, തനിക്ക് ഇട്ടിട്ടുണ്ട്, ബിൻഡോന് ഇട്ടിട്ടുണ്ട്, സുചി ചേച്ചിക്ക് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഈ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് അല്ല, അവർക്കറിയില്ല, അവർ കേൾക്കത്തില്ല ഇതൊന്നും. സബ്സ്ക്രൈബേഴ്സ് താ മാത്രമേ ഉള്ളൂ, അങ്ങനെ വേറെ ആൾക്കാർ. പിന്നെ എല്ലാവരും ഇപ്പോൾ പതിയെ അറിഞ്ഞ് വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇങ്ങനെ കഴിക്കണം.
ഹായ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. സ്വീറ്റ്സ് ഉണ്ടോ തീരുന്നു. ഹൗ മച്ച് ദിസ് വൺ? ചിക്കൻ പീസ്. ഓ ആ എനിക്ക് മനസ്സിലായി. 450 എന്നാണ് പറഞ്ഞത്. 450 ചുമ്മാ ചോദിച്ചതാക്കാം. അപ്പം നമുക്ക് നിർത്താതെ. എന്തായാലും വീഡിയോ ഇട്ടില്ല കുറച്ച് 2 ദിവസമായിട്ട്. മടിയല്ല, എന്തോ ഒരു എന്താ പറയുന്നത്, ഈ എന്തോ ഒരു അതിപ്പോൾ എന്താ പറയണ ഒന്നുമില്ല പറയാം. അപ്പം ഞാൻ ഓർത്ത് വീഡിയോ ഒന്നും എനിക്ക് ഇടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം എന്നെ എല്ലാ ദിവസവും 1, 2, 3, 4 തവണയെങ്കിലും ഞാൻ പുറത്ത് പോകണം ഞാനാണ്. അപ്പോൾ എനിക്ക് പിടിച്ചിടാം. കട്ട് ചെയ്ത് കയറ്റിയാൽ മതി. അതായത് ഒരുമിച്ച് ഇടാതെ വേറെ സ്ഥലത്തു നിന്ന് അപ്പോൾ റീൽസ് കണ്ടൻറ്റ് വരത്തില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുക്കാൻ മടിഞ്ഞ് അങ്ങനെ ഇരുന്ന് വെച്ച്. മടിയാണ് എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു മരവിപ്പ് പോലെ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ദൈവത്തിനോട് നന്ദി പറയും എല്ലാത്തിനും, അല്ലേ? അല്ലാതെ മരവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, എല്ലാം നല്ലതിനായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ആർ ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ടേക്ക് കെയർ ഓൾ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. വേറെ ഒന്നുമില്ല പറയാൻ. ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് വലിയ പിടിപാടില്ല, എന്നാലും കുഴപ്പമില്ല, അത്രയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചല്ലോ. അപ്പോൾ ടേക്ക് കെയർ മൈ brothers and sisters. Okay, bye. See you later.